So hello everyone. So welcome back to my YouTube channel. So ഇന്ന് നമ്മുടെ ഡൊമിനോ 400ൻ്റെ 5th സർവീസ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സി. ഞാൻ ചെന്നിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. എന്തൊക്കെ മാറി, എത്ര രൂപയായി എന്നൊക്കെ കൃത്യം ഞാൻ നമുക്ക് വീഡിയോ ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡൊമിനോ 400ൻ്റെ സർവീസ് ചെയ്യും. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ പണി കാര്യങ്ങളൊന്നുമില്ല. സോ അത് ചെയ്യാം. ആൻഡ് വേറൊരു സാധനം കൂടി മേടിക്കാനുണ്ട്, സർവീസ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ള. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം നമുക്ക്. ആൻഡ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് വ്ളോഗ് ചെയ്ത് വലിയ പരിചയമില്ല, അതുകൊണ്ട് എന്താ പറയേണ്ടതെന്നൊന്നും വലിയ പിടുത്തമില്ല. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. ഇന്ന് തന്നെ സർവീസ് ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. എനിക്ക് അവിടെ വണ്ടി വെച്ച് സർവീസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. സോ നമുക്ക് നോക്കാം ഇങ്ങനെ പോകുന്നു. അടുത്ത സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ കോൾ ചെയ്തിരുന്നു. ഞാൻ തലേന്ന് കോൾ ചെയ്ത് ഇന്ന് വരാമെന്ന് അവർ പറഞ്ഞു വന്നോളൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ചെന്നിട്ടുള്ള സിറ്റുവേഷൻ ഇനി മാറുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. സോ നിങ്ങളും ഡൊമിനോ 400 ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും സർവീസ് 5th സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അറിയാമല്ലോ, അപ്പോൾ നമുക്ക് എത്രത്തോളം പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നും കൂടി അറിയാമല്ലോ. ഓക്കെ, പറക്കുവാണ്. അത് ആട് നോക്ക്. ബെഡ്ഷീറ്റും പോട്ടെ, ബെഡ് അതാ എന്താ കോഴിക്കോട് ബസ്സിൽ കയറ്റി വിടാൻ പോകുന്നതാണോ? ഇമാതിരി പോക്കുവന്ന്. രാവിലെ ഇപ്പോൾ 10:58 ആയിട്ടുണ്ട് സമയം. സർവീസ് സെൻറ്റർ എത്തുമ്പോൾ പിന്നെ എന്താവും എന്തോ. ശരി, അതാ പുള്ളിക്കാരൻ അവിടെ നിന്ന് റിവേഴ്സ് എടുക്കുന്നു. യു ടേൺ എടുത്ത് പോയി. അവിടെ നിന്ന് ഇവിടം വരെ യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറപ്പിച്ച് വന്നത്.
ഇതാണ് ഗൈസ്. ഒലക്ക റോഡ് ഫുള്ളും കാണുന്നില്ല. ലിറ്റിൽ ബിറ്റിൽ ബിസി, അധികം തിരക്കില്ല. പാച്ച് വർക്ക്. ഇത് എത്ര കാലത്തേക്ക് നിൽക്കുമോ പോലും ഈ പാച്ച് വർക്ക്? ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് കിടക്കും. പക്ഷേ ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, വൃത്തികേടില്ലാത്ത രീതിയിൽ. ഇറ്റ്സ് റിയലി ക്ലീൻ, സ്മൂത്ത് ആയിട്ടുണ്ട് ഇത്. പിടിച്ചാൻ ആ ബൈക്കുകാരനെ. ഓ, അവിടെ നല്ല കട്ടറായിരുന്നു കേട്ടോ ആദ്യം. Damn, they worked really great. I'm not taking risk jumping. Big hump. Shit. Oh, hell no. ചെറിയ റോഡായതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല. ആ ബസ്സുകാരൻ കയറ്റിയിടുന്നുമില്ല. നമുക്ക് മെല്ലെ പോവാം. ഫൈനലി ഓ ഷിറ്റ്. അടിപൊളി ഓവർടേക്കിംഗ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊരു കാറ് വരുന്നുണ്ടായിരുന്നു. ജീപ്പ് കുറച്ചൊന്ന് സൈഡിലേക്ക് ഒതുക്കി കറക്റ്റ് പോയിന്റ് പുള്ളിക്കാരൻ ഓവർടേക്ക് ചെയ്ത്.
പുള്ളിക്കാരൻ സൈഡ് വന്നു കേട്ടോ, വിരല് നോക്കി. നിങ്ങളിതുപോലെ തിരക്കില്ലാത്തവരാണെങ്കിൽ എൻ്റെ അമ്മോ, അയ്യോ ഇപ്പം ചടിയനെ എൻ്റെ ഫോക്സ്. നിങ്ങളിതുപോലെ തിരക്കില്ലാത്ത പോക്കാണെങ്കിൽ ബാക്കിയുള്ളവരെ മാക്സിമം കടത്തി വിടാം, പോകുന്നവർ പോയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്കും തിരക്കാണെങ്കിൽ നിങ്ങളും ഹോൺ അടിച്ച് കയറി പോവാം. സൂക്ഷിച്ച് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വണ്ടി വരുമ്പോൾ മാക്സിമം നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കണം. പിന്നെ ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും ചില ടൈമിൽ നമ്മുടെ കയ്യിലാണ്. ആൻഡ് റോഡ് സൈഡിലൊക്കെ ഓട്ടോയോ പുള്ളിക്കാരൻ വിടൂല. അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡിൽ ഓട്ടോയോ സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഹോൺ അടിക്കുക തന്നെ ചെയ്യാം. ചിലപ്പോൾ ഒരു മിനിറ്റ് ശ്രദ്ധയില്ലാണ്ട് ചിലപ്പോൾ അങ്ങ് എടുത്തു പോയേക്കാം. എക്സ്പൾസ് യൂസേഴ്സിനൊക്കെ വളരെ നല്ല റോഡാണ് നമ്മുടെ കേരളത്തിലെ റോഡ്. പക്ഷെ നമുക്കൊക്കെ അബദ്ധം. അതും ഡൊമിനോ 400 കൊണ്ടൊക്കെ ഇങ്ങനെ ഗട്ടറൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഫോക്ക് എപ്പോൾ പൊട്ടിയെന്ന് പറഞ്ഞാൽ മതി. It's one of the thing I get scared. That was close. Oof. Police. Have to turn here. ആളുണ്ടോ ബ്രോ? ആളുണ്ടോ? ചേച്ചി 5th സർവീസ് ചെയ്യാനായിരുന്നു. ഓ ആയി, ഞാൻ വിളിച്ച 5th സർവീസ് ചെയ്യാനായിരുന്നു ബ്രോ. എനിക്ക് ആകെ കൂടിയുള്ളൊരു ഇഷ്യൂ ന്യൂട്രൽ വീഴുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. സോ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ സർവീസ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം 3-3:30 അടുത്ത് ആയിട്ടുണ്ട്. ആൻഡ് ഞാനൊരു 11:30 ടൈം ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സർവീസ്. വേറെ മേജർ പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ ആ കൂടി എക്സ്ട്രാ ആയിട്ട് മാറ്റിയത് ക്ലച്ച് കേബിളാണ്. ക്ലച്ച് കേബിൾ ചെറിയതായിട്ടൊരു ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു ചെക്ക് ചെയ്തപ്പോൾ. സോ ഞാൻ വെച്ചുകൊണ്ട് കണ്ടാന്ന് വെച്ചു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ വേറെ മേജറായിട്ടൊന്നുമില്ല. സോ ലെറ്റ്സ് ഗോ. ആൻഡ് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഫുള്ളും പറയാം എന്തൊക്കെ മാറി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ടോട്ടൽ ഇപ്പോൾ 3500 അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു AMC കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ AMC കാർഡ് എടുക്കുമ്പോൾ നമ്മൾ 10% 20% ഡിസ്കൗണ്ട് കിട്ടും എല്ലാത്തിലും. അപ്പോൾ 10% ഇൻ ലേബർ ആൻഡ് സ്പെയർ പാർട്സിലും ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത് 2294 രൂപയാണ്. 2294 രൂപ. സോ
സോ എന്തൊക്കെ മാറ്റിയെന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ ടോപ്പപ്പ് ചെയ്യാറില്ല, ഞാൻ എല്ലാ സർവീസിലും റീപ്ലേസ് ചെയ്യാറ്. നിങ്ങളും അത് തന്നെയായിരിക്കും മിക്കവാറും ചെയ്യുന്നത് നല്ലത്. ടോപ്പപ്പ് ചെയ്യുന്നത് അത്രത്തോളം നല്ലതായിട്ട് തോന്നില്ല. കാരണം ഡൊമിന ഫോണിൻ്റെ ഈ ഒരു എൻജിൻ ഓയിൽ തന്നെ, ബജാജിൻ്റെ എൻജിൻ ഓയിലിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അത് ഒരു സർട്ടൻ കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും വൈബ്രേഷൻ വീണ്ടും അത്യാവശ്യം ഒരു ഇതിൽ തുടങ്ങും എൻജിൻ. ഇത് ഫസ്റ്റ് ഒരു 200 കിലോമീറ്റേഴ്സൊക്കെ നിൽക്കുള്ളൂ ശരിക്കും ഒരു ക്വാളിറ്റി എന്ന രീതിയിൽ. പിന്നെ അതിനോട് സംബന്ധിച്ച ഈ ഓവറിങ്, അതിൻ്റെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ, പിന്നെ ക്ലച്ച് കേബിളിന് എനിക്ക് എത്രയായിരുന്നു, 200 രൂപ ഏറ്റാന്ന് തോന്നുന്നു. 200 190 രൂപ ഏറ്റായിരുന്നു അതിന് പൈസ. പിന്നെ ലേബർ ചാർജസ് ചെറിയ രീതിയിലേ ഉള്ളൂ, ഡിസ്കൗണ്ടും കൂടി ആയതുകൊണ്ട്. സോ അത്രത്തോളമേ ഉള്ളൂ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ. ആൻഡ് ഇനി ഫ്രണ്ട് ബ്രേക്ക് ലാസ്റ്റ് സർവീസിൽ റിപ്ലേസ് ചെയ്തായിരുന്നു. റിയർ ബ്രേക്ക് ആയിട്ടില്ല, ബ്രേക്ക് പാഡ്സ് ആയിട്ടില്ല, അതുകൊണ്ട് റിയർ ബ്രേക്ക് പാഡ്സ് മാറ്റിയിട്ടില്ല. പിന്നെ വേറെ മേജറായിട്ട് വലിയ ഇഷ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ വലിയ ഇതൊന്നുമില്ല. സോ അത്രത്തോളമാണ് ഈ വീഡിയോയിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് തോട്ട്സൊക്കെ കമൻറ്റ് ചെയ്യാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.